അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, മനഃശാസ്ത്ര പഠന ക്ലാസ് 29. വിഷയം: ആരെയും ആക്ഷേപിക്കരുത്, ആരെയും മോശമാക്കരുത്, മോശക്കാരാക്കരുത്, കളിയാക്കരുത്. ഇതാണ് 29ാമത്തെ ഇന്നത്തെ ക്ലാസ്. മറ്റുള്ളവരെ കളിയാക്കാൻ എല്ലാവർക്കും വലിയ ആഗ്രഹമാണ്, വലിയ തിടുക്കമാണ്, അതേപോലെ തന്നെ വലിയ താല്പര്യമാണ് മറ്റുള്ളവരെ മോശമാക്കുക. എന്നാൽ മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന അപമാനമുണ്ടാക്കി കൊടുക്കൽ വലിയ തെറ്റാണ്. നാം മറ്റുള്ളവരെ ആക്ഷേപിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ആ ആക്ഷേപം തിരിച്ച് നമ്മുടെ ഭാഗത്തേക്ക് തന്നെ എത്തും എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരിക്കൽ വളരെ നല്ലതാണ്. കാരണം വാദി പ്രതിയാവുന്ന കാലമാണ് ഇപ്പോൾ. നമുക്കാണെങ്കിൽ പ്രത്യക്ഷത്തിൽ ഉള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു കാര്യം നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നാം പെട്ടെന്ന് ആരെയും വില കുറച്ച് കാണരുത്, മോശക്കാരാക്കരുത്. നാം വില കുറച്ച് കാണുന്ന പല ആളുകളും പിന്നീട് ഇന്നല്ലെങ്കിൽ നാളെ, അതല്ലെങ്കിൽ അടുത്ത ഒരു ദിവസം ഉയർന്ന നിലയിൽ എത്തിയിട്ടുണ്ടാകും. നമ്മൾ അപ്പോഴും നമ്മുടെ നിലവാരം കുറഞ്ഞ നാം പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് ആരെയും ആക്ഷേപിക്കാതിരിക്കുക. പരമാവധി മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുക. ഇതാണ് നാം ചെയ്യേണ്ടത്, മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുക. അങ്ങനെ പലവർക്കും, അറിയുന്നവർക്കും അറിയാത്തവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്ന് വേണ്ട എല്ലാവർക്കും നാം ഉപകാരം കൊടുക്കുന്ന ഒരാളായി മാറണം. അങ്ങനെ വരുമ്പോൾ പല ആളുകളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടാകും. നാം അത് അറിയുന്നില്ലെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമുക്ക് വേണ്ടി നല്ലത് പറയാൻ വേറെ കുറച്ച് ആളുകളെ അല്ലാഹു തആല ഉണ്ടാക്കിയെടുക്കും. അതുകൊണ്ട് നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്യുക. അതിൽ മുഖ്യമായും വേണ്ടത് നമ്മുടെ മാതാപിതാക്കൾക്കാണ്. മാതാപിതാക്കൾക്ക്, അതേപോലെ അധ്യാപകർക്ക്. അധ്യാപകൻ അത് ഗുരുനാഥനാണത്, ഗുരുനാഥൻ. നാഥനാണ്, ഗുരുവാണ് ഏത് അധ്യാപകൻ. അതുകൊണ്ടാണ് ഗുരുനാഥൻ എന്ന് പറയുന്നത്. ഗുരുവുമാണ്, നാഥനും ആകുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും അധ്യാപകരെ മോശമാക്കരുത്, അധ്യാപകരെ വഷളാക്കരുത്. അധ്യാപകർക്ക് സങ്കടമുണ്ടാക്കുന്ന, വ്യസനമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ആ അധ്യാപകരുടെ എടുത്തു പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലും ചെയ്യരുത്. ഇനി പഠനം കഴിഞ്ഞ് ഇവൻ വലിയ നിലവാരത്തിലെത്തിയിട്ടുണ്ടെങ്കിലും ശരി, പഠിപ്പിച്ചു തന്ന അധ്യാപകരെ മാനിക്കാൻ പഠിക്കണം. അതും ഒരു തിരിച്ചറിവാണ്. അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ നാട്ടിലെ, നമ്മുടെ പരിചയത്തിലെ പ്രായമുള്ളവരെ മാനിക്കാനും പഠിക്കണം. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് തോന്നിയതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ചില ആളുകൾ പറയും, ഞാൻ കണ്ടതൊക്കെ പറയുന്നു, ഞാൻ കണ്ടതെല്ലാം പറയും. ആ ഒരു ശീലം നല്ലതല്ല. കാരണം
കണ്ട കാര്യങ്ങൾ മുഴുവനും സത്യമാവണമെന്നില്ല. അതേപോലെ കണ്ട കാര്യങ്ങൾ മുഴുവനും പറഞ്ഞാൽ അതൊരു പക്ഷെ നമുക്ക് തിരിച്ചടിയായും വരാം. അതുകൊണ്ട് കണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് അതിന് ശേഷം അതിൽ നന്മയുണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ഇവ കാര്യങ്ങൾ നാം മനസ്സിലാക്കുക, പ്രവർത്തിക്കുക. പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ.